ഒരു മാസമായി ആശാവർക്കർമാർ നടത്തിവരുന്ന സമരം അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർത്തിയിരിക്കുകയാണ് കെ രമ. MLA ധനാഭ്യർത്ഥനയെ എതിർത്ത് നിയമസഭയിൽ സംസാരിക്കവെയാണ് കെ രമ ഈ ആവശ്യം ഉന്നയിച്ചത്. സമരം തീർക്കാൻ മുൻകൈയെടുക്കാത്ത സർക്കാരിനെ അവർ ശക്തമായി വിമർശിക്കുകയും ചെയ്തു. 26,000-ലധികം വരുന്ന ആശാ തൊഴിലാളികളുടെ പ്രതിനിധികളാണ് തലസ്ഥാനത്ത് സമരം ചെയ്യുന്നതെന്നും രമ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. സംസ്ഥാനത്തെ മന്ത്രിമാരുടെ മൂക്കിന് താഴെ ഉജ്ജ്വലമായ ഒരു സ്ത്രീ മുന്നേറ്റം ശരിക്കും നടക്കുകയാണ്. എന്നാൽ സർക്കാർ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്യുന്നത്. 26,000-ലധികം വരുന്ന ആശാ തൊഴിലാളികളുടെ പ്രതിനിധികൾ കൂടിയാണ്. കർഷക തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കാൻ സമരം ചെയ്ത് മെയ് ദിനം ആചരിക്കുന്ന ഒരു പാർട്ടി സമരക്കാരെ പരിഹസിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഇരട്ട ചങ്കുണ്ടായാൽ മാത്രം പോരാ, ചങ്കിലിത്തിരി മനുഷ്യത്വം കൂടി വേണം, എങ്കിലേ തൊഴിലാളി സമരങ്ങളെ കണ്ടെന്ന് നടിക്കാൻ കഴിയൂ എന്നും കെ രമ കുറ്റപ്പെടുത്തുകയുണ്ടായി. കേരളത്തിന്റെ ആരോഗ്യ മേഖല നമ്പർ 1 ആക്കാൻ വേണ്ടി രാവും പകലും പണിയെടുക്കുന്നവരാണ് ശരിക്കും ആശാ വർക്കർമാരെന്നും അവരെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നും കൂലി കൂടുതൽ ചോദിക്കുമ്പോൾ മാത്രം കേന്ദ്ര സർക്കാരിനെ പറയുന്നതിലെ ന്യായം എന്താണെന്നുള്ള ചോദ്യങ്ങളും രമ ഉന്നയിക്കുകയുണ്ടായി. തൊഴിലാളി വർഗത്തെ കണ്ടില്ലെന്ന് നടിച്ച് തൊഴിലാളി വർഗ പാർട്ടിയാണെന്ന് പറയാൻ എന്ത് അവകാശമാണ് യഥാർത്ഥത്തിൽ ഉള്ളതെന്നും രമ ചോദിച്ചു. മാത്രമല്ല CPM-നെ ശക്തമായി വിമർശിക്കുകയും ചെയ്തു. വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നും കെ രമ ആവശ്യപ്പെടുകയുണ്ടായി. അതേസമയം തന്നെ ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി വീണ്ടും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപന്തലിൽ എത്തിയിരുന്നു. ആശാവർക്കർമാരെ സംസ്ഥാന ആരോഗ്യമന്ത്രിയും സർക്കാരും വഞ്ചിക്കുകയാണെന്നും സുരേഷ് ഗോപി ശക്തമായി ആരോപിക്കുകയുണ്ടായി. നുണയിൽ പിണയും പിണറായി സർക്കാർ എന്ന് പരിഹസിച്ച സുരേഷ് ഗോപി ആരാണ് കള്ളം പറയുന്നതെന്ന് മാധ്യമങ്ങൾ കണ്ടുപിടിക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. നിങ്ങൾ അങ്ങ് ഡൽഹിയിലേക്ക് പോവുക, ഞാനും വന്ന് സമരത്തിനിരിക്കാമെന്ന് മന്ത്രി പറഞ്ഞത് ശരിക്കും വളരെ മോശമായി പോയി. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വന്ന് സമരം ചെയ്യാൻ പറയൂ. അതവർക്ക് സാധിക്കില്ലെന്നും അതും നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നതാണെന്നും സുരേഷ് ഗോപി ശക്തമായി കുറ്റപ്പെടുത്തുകയുണ്ടായി. കേന്ദ്രം സംസ്ഥാനത്തിന് കൊടുത്തുവെന്ന് പറയുന്ന ഫണ്ട് കേരളം ചെലവഴിച്ചോ എന്ന് കേന്ദ്ര സർക്കാർ അന്വേഷിക്കേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് അത് അന്വേഷിക്കാൻ കേരളത്തിലെ ജനങ്ങളും അവരുടെ വാക്താക്കളായ മാധ്യമങ്ങളും ഇല്ലേ എന്നും അത് അന്വേഷിക്കാൻ ഇനി CBIയെ കൊണ്ടുവരണമോ എന്നും തരത്തിലുള്ള ചോദ്യങ്ങളാണ് സുരേഷ് ഗോപി കൂടുതലും ഉന്നയിച്ചത്. ഫണ്ട് വകമാറ്റി ചെലവഴിച്ചുണ്ടോ എന്ന് അറിയുന്നതിനാണ് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൂടുതലും ആവശ്യപ്പെടുന്നതെന്നും അടുത്ത ഘട്ടം പണം ലഭിക്കണമെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയേ മതിയാകുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് നാളുകളായി സംസ്ഥാനം ചോദിക്കുന്നതെന്നാണ് ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവനയെ ഭാഷ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശക്തമായി പരിഹസിക്കുകയും ചെയ്തു.